റബ്ബി ഗ്ഫിർലി വഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലിഅഹദിൻ മിൻ ബഅദി. നാഥ, എനിക്ക് നീ പുറത്തു തരികയും എൻ്റെ ശേഷം മറ്റാർക്കും കിട്ടാത്ത രാജാധിപത്യം എനിക്ക് നൽകുകയും ചെയ്യണമേ. സൂറത്തു സ്വാദിലെ ആയത്താണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആയുമാണ്. അദ്ദേഹം ആ പ്രാർത്ഥന എങ്ങനെയാണ് ആരംഭിച്ചത് എന്ന് ശ്രദ്ധിച്ചിരുന്നോ? തൗബയും പാപമോചനവും ഒക്കെ ചെയ്ത് റബ്ബി ഗഫിർലി എന്ന് പറഞ്ഞായിരുന്നു തുടങ്ങിയത്. കാരണം പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മുടെ തെറ്റുകൾ തന്നെയല്ലേ. ചിലപ്പോഴൊക്കെ അടിമ അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുമ്പോൾ അവൻ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു തെറ്റാവും ഉത്തരത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഉത്തരം വൈകുമ്പോൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന തെറ്റുകളെ കുറിച്ച് ഒന്ന് ഓർക്കുക. ചിലപ്പോൾ അത് കാരണമാവും നമ്മുടെ പ്രാർത്ഥനകൾ ഉത്തരം കിട്ടാതെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. ധാരാളമായി ചോദിച്ചത് കൊണ്ടാണ് അള്ളാഹു ഒന്നും തരാത്തത് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം എന്ന ഒന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ നോക്കൂ. ജിന്നുകളെയും കാറ്റിനെയും തനിക്ക് വിധേയപ്പെടുത്തി തരാനും പക്ഷികളുടെ ഭാഷ പഠിപ്പിക്കാനുമാണ് അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചത്. റബ്ബ് അവയെല്ലാം നൽകുകയും ചെയ്തു. പക്ഷേ പാപമോചനം തേടിയും തൗബ ചെയ്തുമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാം ചോദിച്ചു തുടങ്ങിയത് എന്ന് മാത്രം.